Hello everyone. In this part, we will see the types of plans. So, ഓരോ ടെക്സ്റ്റിലും ടൈപ്സ് ഓഫ് പ്ലാൻ എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യുന്നത് പലതരമായിരിക്കും. ഒരുവിധം ടൈപ്സ് ഓഫ് പ്ലാൻസിനെ മൊത്തം കൾമിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So, basically, types of plan can be classified under three heads by management level and time frame. അതായത് ഓരോ മാനേജ്മെന്റ് ലെവലുകളും ഫോളോ ചെയ്യുന്നത് സമയത്തിനനുസരിച്ച് 1 വർഷത്തേക്ക് 2 വർഷത്തേക്കൊക്കെ ഉള്ള പ്ലാൻസ്. അങ്ങനെ നമുക്ക് പ്ലാനുകളെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം: സ്ട്രാറ്റജിക്, ടാക്ടിക്കൽ ആൻഡ് ഓപ്പറേഷണൽ പ്ലാൻ. പിന്നെ അടുത്ത ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസ് ഓഫ് ഷോർട്ട് ടേം ഹോറിസോൺ, ഷോർട്ട് ടേമിലേക്ക് വേണ്ടിയുള്ള പ്ലാൻസ്, single use plan, standing plan, and last one is on the basis of what the plan seeks to achieve. അതായത് ഓരോ പ്ലാനിനും ഓരോ ഒബ്ജക്റ്റീവ് ഉണ്ടാവും. അതിൻ്റെ ബേസിൽ നമ്മൾ പ്ലാൻസിനെ 7 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും: ഒബ്ജക്റ്റീവ്സ്, പോളിസീസ്, പ്രൊസീജിയർ, റൂൾസ്, മെത്തേഡ്സ്, പ്രോഗ്രാംസ് ആൻഡ് ബഡ്ജറ്റ്. ഇതാണ് ഒരു സമ്മറി ഓഫ് പ്ലാൻ ക്ലാസിഫിക്കേഷൻ. ഇനി now let's see each one in detail. First one is by management level and time frame. അതായത് ഓരോ മാനേജ്മെന്റ് ലെവലും നമുക്കറിയാം 3 ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്: ടോപ്പ് ലെവൽ, മിഡ് ലെവൽ ആൻഡ് ലോവർ ലെവൽ. ഓരോ ലെവൽസ് ഓഫ് മാനേജ്മെന്റും ഫോളോ ചെയ്യുന്നതും ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സ്പെസിഫിക് ടൈം ഫ്രെയിംസും ഉണ്ടാവും. അതിനനുസരിച്ച് പ്ലാനിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു: സ്ട്രാറ്റജിക്, ടാക്ടിക്കൽ ആൻഡ് ഓപ്പറേഷണൽ. ഫസ്റ്റ് വൺ is സ്ട്രാറ്റജിക് പ്ലാൻ. സ്ട്രാറ്റജിക് പ്ലാൻ എന്തായെന്ന് നമ്മൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ഡിസ്കസ് ചെയ്ത സമയത്ത് ഓൾറെഡി പറഞ്ഞു പോയിട്ടുണ്ട്. ഇറ്റ് ഇസ് എ പ്ലാൻ ദറ്റ് ഇസ് മെയ്ഡ് ബൈ ടോപ്പ് ലെവൽ, എസ്പെഷ്യലി ബൈ സീനിയർ മാനേജ്മെന്റ് സ്റ്റാഫ്സ്. ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഉണ്ടാക്കുന്ന പ്ലാനാണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് സ്ട്രാറ്റജിക് പ്ലാൻ എന്ന് പറയുന്നത്. ഇറ്റ് seeks to clarify the question, what is our ultimate goal? അതായത് ഓർഗനൈസേഷൻ്റെ മെയിൻ ആയിട്ടുള്ള ഗോൾ എന്താണ്, അതിൻ്റെ ബേസിൽ കമ്പനിയുടെ വിഷനും മിഷനും പിന്നെ ബാക്കി സ്ട്രാറ്റജിക് ഗോളും ഒക്കെ ഡിഫൈൻ ചെയ്യുന്നതാണ് എന്ത് സ്ട്രാറ്റജിക് പ്ലാൻ എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലാക്കുക. ഒരു കമ്പനിയുടെ മെയിൻ കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ് സ്ട്രാറ്റജിക് പ്ലാൻ ആൻഡ് ദാറ്റ് ഇസ് പ്രിപ്പയർഡ് ബൈ ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. ഓക്കെ, ഇത് ലോങ് ടേമിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന പ്ലാനാണ്. കാരണം എന്താണ്, ഗോൾഡിനെ ബേസ് ചെയ്തിട്ടുള്ള പ്ലാൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡ്യൂറേഷനിലേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പ്ലാനാണ്. നെക്സ്റ്റ് വൺ ഇസ് ടാക്ടിക്കൽ പ്ലാൻ ഡെവലപ്ഡ് ബൈ മിഡിൽ മാനേജ്മെന്റ്. അതായത് ഈ സ്ട്രാറ്റജിക് പ്ലാനിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, 1-2 വർഷത്തേക്കുള്ള പ്ലാനായിട്ട്, 3-4 വർഷത്തേക്കുള്ള പ്ലാനായിട്ട്, ചെറിയ പ്ലാനുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത് ടാക്ടിക്കൽ പ്ലാൻ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെന്റ്സിന് അല്ലെങ്കിൽ ഫങ്ഷണൽ ഏരിയാസിന് ആ പ്ലാൻ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ എന്ന് പറയുന്നത് 2030 ആകുമ്പോഴേക്കും എന്ത് ചെയ്യുക, ഇത്ര എമൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് സ്ട്രാറ്റജിക് പ്ലാൻ ആയിട്ട് വെക്കും. ടാക്ടിക്കൽ പ്ലാൻ എന്ത് ചെയ്യും, ഓരോ ഡിപ്പാർട്ട്മെന്റിന്, അതിന് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യണം എന്നുള്ളത് അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അതിന് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യണം, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങൾ ഡിവൈഡ് ചെയ്ത് ഷോർട്ട് ടേമിലേക്ക് ഡിവൈഡ് ചെയ്യുന്നതാണ്, മീഡിയം ടേമിലേക്ക് ഡിവൈഡ് ചെയ്യുന്നതാണ് എന്ത് ടാക്ടിക്കൽ പ്ലാൻ എന്ന് പറയുന്നത്. ഇറ്റ് സീക്സ് ടു ക്ലാരിഫൈ ദ ക്വസ്റ്റ്യൻ ഹൗ വി വിൽ എക്സിക്യൂട്ട് ദ സ്ട്രാറ്റജി. അതായത് നമ്മൾ എങ്ങനെയാണ് ആ സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ, ലോഞ്ചിങ് എ സ്പെസിഫിക് ലോങ് മാർക്കറ്റിംഗ് ക്യാമ്പയിൻ. അതായത് നമുക്കൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യണം ഒരു 4 വർഷം കഴിയുമ്പോൾ. അപ്പോൾ ഓരോ വർഷവും അത് ലോഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ക്യാമ്പയിനാണ് നടത്തേണ്ടത് എന്ന് തീരുമാനിക്കുന്നതാണ് ടാക്ടിക്കൽ പ്ലാൻ. അത് യൂഷ്വലി മീഡിയം ടേം പ്ലാൻസ് ആയിരിക്കും. ആരായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്, മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. തേർഡ് വൺ ഇസ് ഓപ്പറേഷണൽ പ്ലാൻ. ഓപ്പറേഷണൽ ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോവർ ലെവലിനെയാണ് നമ്മൾ ഓപ്പറേഷണൽ ലെവൽ എന്ന്. സോ ആസ് എ നെയിം ഇൻഡിക്കേറ്റ്, ഇറ്റ് ഇസ് എ പ്ലാൻ ദാറ്റ് ഇസ് developed by lower level and it is the most detailed and short term plan. കുറച്ച് കാലത്തേക്ക് ലെസ് ദാൻ 1 ഇയറിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്ലാൻ ആണ്. ഡീറ്റെയിൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യും. അതായത് ഡേ ടു ഡേ വർക്കിന് വേണ്ടിയിട്ടാണ് ബേസിക്കലി ആ പ്ലാൻ ലോവർ ലെവൽ മാനേജ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇറ്റ് അഡ്രസ്സസ് ദ ക്വസ്റ്റ്യൻ ഹൂ, വാട്ട്, വെൻ ആൻഡ് വെയർ വിൽ ദ ഡെയിലി വർക്ക് ബി ഡൺ. അതായത് ഈച്ച് ആൻഡ് എവറി മൈന്യൂട്ട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന പ്ലാനാണ് എന്ത് ഓപ്പറേഷണൽ പ്ലാൻ.
It details the specific task, procedure, schedule and budget required to achieve the objective. ഓക്കെ, അപ്പം നമുക്ക് 3 പ്ലാൻ നമ്മൾ പഠിച്ചിരിക്കുന്നു. സ്ട്രാറ്റജിക് പ്ലാൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ക്രിയേറ്റ് ചെയ്ത് ലോങ് ടേമിലേക്ക് ഓർഗനൈസേഷൻ ആസ് എ ഹോളിലേക്ക് വേണ്ട പ്ലാനാണ് സ്ട്രാറ്റജിക്. ദെൻ ടാക്ടിക്കൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റഡ് ബൈ മിഡിൽ ലെവൽ മാനേജ്മെന്റ് മീഡിയം ടേമിലേക്ക് വേണ്ട പ്ലാനാണ് ടാക്ടിക്കൽ പ്ലാൻ. അത് സ്ട്രാറ്റജിക് പ്ലാന് കുറെ ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കുന്ന പ്ലാനാണ് ടാക്ടിക്കൽ പ്ലാൻ. ആൻഡ് ദ തേർഡ് വൺ ഇസ് ഓപ്പറേഷണൽ പ്ലാൻ. അത് ഡീറ്റെയിൽ ആയിട്ട് ഷോർട്ട് ടേമിലേക്ക് ലോവർ ലെവൽ മാനേജ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന പ്ലാനാണ് എന്ത് ഓപ്പറേഷണൽ പ്ലാൻ. ഓക്കെ, ദ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഇസ് ഓൺ ദ ബേസ് ഓഫ് ഷോർട്ട് ടേം ഹൊറിസോൺ. ഷോർട്ട് ടേമിലേക്ക് അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് യൂസ് ചെയ്യുന്ന പ്ലാനാണ് സിംഗിൾ യൂസ് പ്ലാൻ ആൻഡ് സ്റ്റാൻഡിങ് പ്ലാൻ. സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ് ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാനാണ് സിംഗിൾ യൂസ് പ്ലാൻ. അത് റിക്കർ ചെയ്യില്ല, അത് ഒരു കാര്യത്തിനേക്ക് വേണ്ടി മാത്രം. ഫോർ എക്സാമ്പിൾ നമ്മൾ അടുത്ത ആഴ്ച ഒരു ടൂർ പ്ലാൻ ചെയ്യുന്നു. ആ ടൂറിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്ന കാര്യമാണ് നമ്മളെന്ത് സിംഗിൾ യൂസ് പ്ലാൻ. ആ ഒരു ടൂർ കഴിഞ്ഞ് ആ പ്ലാൻ അവിടെ നമ്മൾ ഡ്രോപ്പ് ചെയ്യും, പിന്നെ ആ പ്ലാൻ നമ്മൾ അങ്ങ് യൂസ് ചെയ്യില്ല. അങ്ങനെ ഒരു സ്പെസിഫിക് കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളൊരു ക്രിസ്മസ് സെലിബ്രേഷൻ നടത്തുന്നു ഈ വർഷം, അതായത് ഈ ക്രിസ്മസ് വർഷത്തേക്ക് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ക്രിസ്മസ് സെലിബ്രേഷൻ നടത്തുന്നതാണ് സിംഗിൾ യൂസ് പ്ലാൻ. അത് നമ്മൾ അടുത്ത വർഷം വേറെ ടൈപ്പ് ആയിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്. Next is standing plan. It is used for activities that occur repetitively and over regular period of time. നമുക്ക് ഇതേ കേസിൽ ക്രിസ്മസ് സെലിബ്രേഷന് തന്നെ വേണമെങ്കിൽ സ്റ്റാൻഡിങ് പ്ലാൻ ആയിട്ടും കൺസിഡർ ചെയ്യാം. ഓരോ വർഷത്തെ ക്രിസ്മസ് സെലിബ്രേഷനും നമുക്ക് ആ പ്ലാനുകൾ കോപ്പി ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റാൻഡിങ് പ്ലാൻ. നേരെ മറിച്ച് ഒരു ഇയർത്തെ ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടി മാത്രം പെക്യുലർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്ത് സിംഗിൾ യൂസ് പ്ലാൻ എന്ന് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ആനുവൽ ഡേ ഉണ്ട്, ആനുവൽ ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്ലാനൊക്കെ സ്റ്റാൻഡിങ് പ്ലാനാണ്, റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഷോർട്ട് ടേം ഹൊറിസോണിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാനിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സിംഗിൾ യൂസ് പ്ലാൻ, ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രം സ്റ്റാൻഡിങ് പ്ലാൻ. നെക്സ്റ്റ് ഇസ് ബേസ്ഡ് ഓൺ വാട്ട് ദ പ്ലാൻ സീക്ക് ടു അച്ചീവ്. ഓരോ പ്ലാനിനും ഓരോ തരത്തിലുള്ള ഒബ്ജക്റ്റീവ് ഉണ്ടാവും. അതിൻ്റെ ബേസിൽ പ്ലാൻ തന്നെ നമ്മൾ 7 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് വൺ ഇസ് ഒബ്ജക്റ്റീവ്. These are the end results which the management seeks to achieve by its operation. അതായത് നമ്മൾ ഇപ്പോൾ സെയിൽ കൂട്ടാൻ വേണ്ടി വിചാരിക്കുന്നു. ഈ മാസം അവസാനമാകുമ്പോഴും അല്ലെങ്കിൽ ഈ വർഷം അവസാനമാകുമ്പം നമ്മൾ സെയിൽ 10% കൂട്ടുന്നു. അതൊരു മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവാണ്. ആ ഒബ്ജക്റ്റീവ് ആ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. These are the end results. Objectives are end results which the management seeks to achieve. മാനേജ്മെന്റ് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തിനെയാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് they are designed as the desired future position that the management would like to reach. അത് സ്പെസിഫിക് ടേംസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. എക്സാമ്പിൾ 10% സെയിൽ കൂട്ടണം അല്ലെങ്കിൽ കോസ്റ്റ് 5% കുറയ്ക്കണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് ഭാവിയിൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ആ ബിസിനസ് എവിടെ എത്തണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അച്ചീവ് ചെയ്യാനുള്ള ഒരു കാര്യമാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇത് യൂഷ്വലി ടോപ്പ് മാനേജ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത് ഡിസൈഡ് ചെയ്യുന്നത്. Okay, next one is policy. Policies are general statements that guide thinking or channelize energies towards a particular direction. അതായത് നമ്മൾ ഒരു കാര്യം ഇപ്പോൾ ഈ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യണം, 10% സെയിൽ കൂട്ടണം, അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് പോളിസി. ഒരു കാര്യം നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് പ്രൊവൈഡ്സ് ബേസിസ് ഫോർ ഇന്റർപ്രറ്റിംഗ് സ്ട്രാറ്റജി. അതായത് ടോപ്പ് മാനേജ്മെന്റ് നമ്മുടെ സ്ട്രാറ്റജിക് പ്ലാൻ നമ്മൾ ടോപ്പ് മാനേജ്മെന്റ് സെറ്റ് ചെയ്യും അല്ലേ, മെയിൻ ഓർഗനൈസേഷന്റെ ഗോള്. അത് എന്തൊക്കെയാണെന്നുള്ളത് ഇന്റർപ്രറ്റ് ചെയ്യാൻ വേർഡ്സിൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഒരുപാട് എഴുതുന്നതിനെയാണ് നമ്മൾ പോളിസി എന്ന് പറയുന്നത്. ഡിഫൈൻ ദ പാരാമീറ്റേഴ്സ് വിത്തിൻ വിച്ച് ദ മാനേജർ ക്യാൻ ഫങ്ഷൻ. എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ മാനേജർക്ക് ചെയ്യാൻ പറ്റില്ല അത് അച്ചീവ് ചെയ്യാനുള്ളത് എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് പോളിസി. ദേ ആർ ഫ്ലെക്സിബിൾ ആസ് ദേ മേ ബി ചേഞ്ച്ഡ് ആസ് പെർ ദ റിക്വയർമെൻറ്റ്സ്. അതായത് ഇപ്പോൾ പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷൻ വന്നു, ഫ്ലഡ് വന്നു, അപ്പോൾ അതിനനുസരിച്ച് ചില കാര്യങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ കോവിഡ് സമയം പെട്ടെന്നായിരുന്നു വന്നിരുന്നത്,
ആ സമയത്ത് ഒരുപാട് ആൾക്കാർ അവരുടെ പോളിസി ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഓഫ്ലൈൻ ക്ലാസ് ഒക്കെ മാറി ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അതങ്ങനെ നമ്മൾ ചില കാര്യങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. പോളിസീസ് ഫ്ലെക്സിബിൾ ആണ്, സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് മാറ്റാം. എക്സാമ്പിൾ, സെല്ലിംഗ് ഗുഡ്സ് ഓൺ ക്യാഷ് ബേസിസ് ഓൺലി, പർച്ചേസിംഗ് ഡിസിഷൻസ് എക്സെട്ര. അതായത് ഒരു ഓർഗനൈസേഷൻ ഒരു ഡിസിഷൻ എടുക്കുകയാണ്, നമ്മൾ പൈസ ക്യാഷ് ബേസിസ് മാത്രമേ പ്രൊഡക്റ്റ് വിൽക്കുന്നുള്ളൂ, പർച്ചേസ് ചെയ്യുന്ന ഡിസിഷനിലും നമ്മൾ അങ്ങനെ ചെയ്യുന്നുള്ളൂ എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഒരു പോളിസിയാണ്. അതൊന്നുമില്ല, നമ്മൾ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്ന സ്റ്റേറ്റ്മെന്റ്സിനെയാണ്, ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ പോളിസീസ് എന്ന് പറയുന്നത്. അവിടെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട, ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ ബിസിനസ് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുന്നതാണ് പോളിസി. നെക്സ്റ്റ് വൺ ഇസ് പ്രൊസീജിയർ. നമുക്കറിയാം പ്രൊസീജിയർ എന്ന് പറഞ്ഞ സ്റ്റെപ്പാണ്, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത്. ദീസ് ആർ റൂട്ടീൻ സ്റ്റെപ്സ് ഡീറ്റെയിലിംഗ് ദ എക്സാക്ട് മാനർ ഇൻ വിച്ച് എ വർക്ക് ഇസ് ടു ബി പെർഫോംഡ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എടുക്കാം. റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് എന്ത്, പോളിസി. അതായത് ഏത് സീക്വൻസിൽ ഏത് ഓർഡറിലാണ് ജോലി ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു കാര്യമാണ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ യൂഷ്വലി ദ സീക്വൻസ് ഓഫ് ആക്ഷൻ ടു ബി ടേക്കൺ ആർ ജനറലി ടു എൻഫോഴ്സ് എ പോളിസി ആൻഡ് ടു അച്ചീവ് പ്രീ ഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ്സ്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് നമ്മൾ ഒബ്ജക്റ്റീവ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ചെയ്യേണ്ടത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് എന്ത്, പ്രൊസീജിയർ. നെക്സ്റ്റ് വൺ ഇസ് റൂൾ. Rules are specific statements that inform what is to be done and what not to be done in various circumstances. നമ്മളൊരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നതിനാണ് റൂൾസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ക്ലാസ് ടൈമിൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല, അത് റൂളാണ് അല്ലേ. ദീസ് ആർ റിജിഡ് ആൻഡ് ഡസ് നോട്ട് അലൗ ഫ്ലെക്സിബിലിറ്റി. നമുക്ക് പോളിസി ഒക്കെ നമുക്കറിയാം ഫ്ലെക്സിബിൾ ആണ്, പക്ഷെ റൂൾ എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ഫ്ലെക്സിബിൾ, ചേഞ്ച് ചെയ്യാൻ നമുക്ക് അങ്ങനെ പറ്റില്ല. അത് റൂള് എല്ലാ ഓർഗനൈസേഷനിലും ഡിസിപ്ലിൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരുന്ന സാധനമാണ് റൂള്. എക്സാമ്പിൾ, നോ സ്മോക്കിംഗ് ഇൻ ദ ഓഫീസ് പ്രമിസസ്. കോവിഡ് വന്നു, ഫ്ലഡ് വന്നു, അപ്പോഴൊന്നും നമ്മൾ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഈ ഒരു കാര്യം. കോവിഡ് വന്നാലും ഫ്ലഡ് വന്നാലും എർത്ത് വന്നാലും ഒക്കെ സ്മോക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സ്മോക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് റൂൾസ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, the next plan is method. Method provides the prescribed ways or manners in which a task can be performed considering the objective. അതായത് ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കിപ്പോൾ അക്കൗണ്ടിങ്ങിലൊക്കെ അറിയാം, ഡെപ്രിസിയേഷന് നമുക്ക് രണ്ട് മെത്തേഡ്സ് ഉണ്ട്, രണ്ടിൽ കൂടുതൽ മെത്തേഡ്സ് ഉണ്ട്. ബേസിക്കലി നമ്മൾ ഫോളോ ചെയ്യുന്ന രണ്ട് മെത്തേഡാണ്. അപ്പം അത് ഒരു ഓർഗനൈസേഷൻ ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ട് വേണം ഡെപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ എന്തുമാവട്ടെ, ഡെപ്രിസിയേഷൻ അല്ല, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് കോളേജിൽ നിന്ന് വീടെത്താൻ ഒരുപാട് മെത്തേഡ് ഉണ്ടാവും. ത്രൂ കാർ, ത്രൂ ബസ്, ത്രൂ വാക്കിംഗ്. നമ്മൾ ഏത് മെത്തേഡ് സ്വീകരിക്കണം, ഏത് മെത്തേഡാണ് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി സ്വീകരിക്കുന്നത് എന്നുള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മെത്തേഡ്. ദ വേസ് ഓർ മാനർ ഇൻ വിച്ച് എ ടാസ്ക് ക്യാൻ ബി പെർഫോംഡ്. Selection of proper method saves time, energy, money, efforts and increases efficiency. നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ളൊരു മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോകുന്നത് കാറിൽ അല്ലെങ്കിൽ ബസ്സിലായിരിക്കും ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ചിലപ്പോൾ വാക്കിംഗ് ആയിരിക്കും ഏറ്റവും നല്ലത്. ബസ്സാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം കാത്തു നിൽക്കേണ്ടി വരും. അപ്പം നമ്മൾ കറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയം സേവ് ചെയ്യാം, പൈസ സേവ് ചെയ്യാം, എഫേർട്ട് സേവ് ചെയ്യാം, നമ്മുടെ എഫിഷ്യൻസി കൂട്ടും ചെയ്യും. ആൻഡ് മെത്തേഡ്സ് ആർ ഫ്ലെക്സിബിൾ, നമുക്ക് ചേഞ്ചസിനനുസരിച്ച് മാറ്റാം. വേരിയസ് മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് അഡോപ്റ്റഡ് ബൈ ഓർഗനൈസേഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രെയിനിങ് മെത്തേഡ്സ്, അപ്രന്റീസ്ഷിപ്പ്, ഇൻഡക്ഷൻ പ്രോഗ്രാം, പിന്നെ ഓൺ ദ ജോബ് ട്രെയിനിങ്, ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പഠിച്ചിട്ട് അതിൽ ഏത് മെത്തേഡ് ഓർഗനൈസേഷൻ ഫോളോ ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നതാണ് മെത്തേഡ്. നെക്സ്റ്റ് ഇസ് പ്രോഗ്രാം. Program may consist of detailed list of project outlining the objectives, policies, procedure, rules, tasks, physical and human resources required to implement any course of action. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോഗ്രാം എന്ന് പറയുന്നത്.
ഇനി ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചില എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ടും നമ്മുടെ വരവ് ചെലവ് കണക്കിനെ സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബഡ്ജറ്റ്. ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സ്പെക്റ്റഡ് റിസൾട്ട്സ് എക്സ്പ്രസ്ഡ് ഇൻ ന്യൂമറിക്കൽ ടേംസ് ഫോർ എ ഡെഫിനറ്റ് പീരീഡ്. എക്സാമ്പിൾ സെയിൽസ് ബഡ്ജറ്റ്, പ്രൊഡക്ഷൻ ബഡ്ജറ്റ്. എത്ര വിറ്റ് പോകണം എന്നുള്ളത് സെയിൽസ് ബഡ്ജറ്റ്, എത്ര പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് പ്രൊഡക്ഷൻ ബഡ്ജറ്റ്. നമുക്കറിയാം നമ്മുടെ ഇക്കോണമിയിൽ എടുത്തു നോക്കിയാലും കേരള ഗവൺമെന്റിന് ബഡ്ജറ്റ് ഉണ്ട്, ഇന്ത്യൻ ഗവൺമെന്റിന് ബഡ്ജറ്റ് ഉണ്ട്. അത് എന്ത് എക്സ്പ്രസ് ചെയ്യും? ഇന്ന കാലയളവിലേക്ക്, യൂഷ്വലി നമ്മൾ ബഡ്ജറ്റ് ഒരു വർഷത്തേക്കാണ് പ്രസന്റ് ചെയ്യുന്നത്. ഇന്ന കാലയളവിലേക്ക് എന്തൊക്കെയാണ് നമ്മുടെ വരവ്, എന്തൊക്കെയാണ് നമ്മുടെ ചെലവ് എന്ന് പ്രിപ്പയർ ചെയ്യുന്നതാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ സെയിൽസ് ബഡ്ജറ്റിൽ നമ്മൾ എത്ര സെല് ചെയ്യണം എന്നുള്ളത് പറയും. അപ്പൊ ആക്ച്വൽ എത്ര സെല് ചെയ്തു എന്നുള്ളത് നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവാലുവേഷൻ ഒക്കെ നടത്താവുന്നതാണ്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാൻ. മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ബൈ മാനേജ്മെന്റ് ലെവൽ ആൻഡ് ടൈം ഫ്രെയിം, ഷോർട്ട് ടേം ഹൊറിസോൺ, ബേസ്ഡ് ഓൺ വാട്ട് ദ പ്ലാൻ സീക്സ് ടു അച്ചീവ്. ഓക്കെ, ഇപ്പൊ ടോട്ടലി നമുക്ക് മെയിൻ ആയിട്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. By management level and time frame, it can again be divided into three: strategic, tactical, and operational. Short-term horizontal basis, single-use plan, standing plan, based on what the plan seeks to achieve: objective, policy, procedure, rule, method, programs, and budget.